ആയുസിൻ്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിലകപ്പെടുന്നതുവരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എൻ്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുന്നു. തൻ്റെ 55-ാം പിറന്നാൾ ദിനത്തിൽ സലീം കുമാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലെ വരികളാണിത്. സലീം കുമാർ എന്നാൽ മലയാളിക്ക് നിലയ്ക്കാത്ത ചിരിയാണ്. സോഷ്യൽ മീഡിയ വന്നതോടെ ട്രോൾ രൂപത്തിൽ വ്യാപകമായി സലീം കുമാർ മീമുകൾ പ്രചരിപ്പിക്കപ്പെട്ടു തുടങ്ങി. നിത്യജീവിതത്തിൽ ഒരു സലീം കുമാർ ഡയലോഗ് പോലും നാവിൽ വന്ന് എത്തി നോക്കാത്ത മലയാളികൾ ഉണ്ടാകുമോ? ജെൻസി സ്ലാങ്ങിന് മുന്നേ മലയാളിക്കുള്ളിൽ ചിരിയുടെ വലിയൊരു സിനിമാ സ്ലാങ് തീർത്ത വ്യക്തി. വേണമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നോ വേണ്ട എന്നല്ലാതെ മറ്റെന്താണ് മലയാളിയുടെ നാവിന് വഴങ്ങുക? ഐ ആം ദ സോറി അളിയ എന്ന ഡ്രമാറ്റിക് സൗണ്ടിൽ എത്രയോ തവണ നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടാകും. ഗുജറാത്തി കാൽത്തള കെട്ടിയ എന്ന പാട്ടിൻ്റെ സലീം കുമാർ വേർഷൻ കേട്ട് പൊട്ടിച്ചിരിക്കാതെ പോയിട്ടുണ്ടോ നമ്മൾ? നീ വരുവോളോ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്ന് നിനക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു വിട്ടൊരു നടൻ. അയാൾ ഇന്ന് ആകാശത്തോളം വളർന്ന് മലയാള സിനിമയുടെ ശിഖരത്തിൽ ഇനി ഒരാൾക്കും അനുകരിക്കാനും മറികടക്കാനും ആവാത്ത വിധം ഒരു കസേര വലിച്ചിട്ടിരിക്കുകയാണ്. ചിരിപ്പിച്ച് നമ്മളെ കരയിച്ച സലീം കുമാർ. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമ ആദ്യമായി കാണുമ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് നിശ്ചയമില്ല. പക്ഷേ മകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നവരെ കണ്ട് കലി പൂണ്ട് നിസ്സഹായത പൂണ്ട് അയാൾ അവളെ തലങ്ങും വിലങ്ങും അടിക്കുന്ന സലീം കുമാർ രൂപത്തിൽ പൊട്ടിക്കരയുന്നൊരച്ഛൻ എനിക്ക് ആദ്യ കാഴ്ചയായിരുന്നു. 3 പെൺമക്കളും അയാളും. ഒന്നുകൂടി കാണാൻ ധൈര്യപ്പെടാത്ത വിധമുള്ള സലീം കുമാറിൻ്റെ പെർഫോമൻസ്. താൻ സ്നേഹിച്ച് കൊതിതീരാതെ പോയ അച്ഛൻ്റെ രൂപമായിരുന്നു സാമുവലിനെന്ന് പിന്നീട് സലീം കുമാർ ആ കഥാപാത്രത്തെ ഓർക്കുന്നുണ്ട്. ലാൽജു സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിന് അന്ന് മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് ഇയാൾക്ക് അഭിനയിക്കാനേ അറിയില്ലെന്ന് പറഞ്ഞ അതേ സംവിധായകൻ ചെയർമാനായ ജൂറിയാണ്. കാലത്തിൻ്റെ ഒരു കാവ്യനീതി നോക്കണേ. മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതെ അടുത്തുള്ള കടയിൽ നിന്ന് ചെറിയ പൈസയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കഴിച്ച് വിശപ്പ് മാറ്റിയിരുന്ന സലീം കുമാറിനെ ഇന്നും സഹപാഠികൾക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ മരണത്തിന് പിന്നാലെ അമ്മ കയറ് വിരിച്ച് വളർത്തിയെടുത്തൊരു മകൻ. കാണാത്ത ദൈവത്തെക്കാൾ താൻ പ്രാർത്ഥിക്കുന്നത് താൻ കണ്ട തൻ്റെ ദൈവം അമ്മയാണെന്ന് പറയുന്നുണ്ട് സലീം കുമാർ. കൈകൊണ്ട് കയറ് വിരിച്ച അമ്മയുടെ കൈത്തലം പൊട്ടി ചോര വരുന്നത് കണ്ണീരോടെ നോക്കി നിന്ന കാലമുണ്ടായിരുന്നു ആ മകന്. വളർച്ചയുടെയും പ്രശസ്തിയുടെയും പടവുകൾ ഒന്നായി കയറുമ്പോഴും ആ കൈകൾ സലീം കുമാർ മറന്നിട്ടില്ല. വിമർശനങ്ങളോട് അസഹിഷ്ണുതയില്ലാത്ത നടൻ. താൻ പലരെയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യാറുണ്ട്. തിരിച്ച് ഞാനും ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥനാണെന്ന് മറുപടി പറയുന്ന അയാളിലെ കലാകാരൻ്റെ കൃത്യത. ചിരിയാണ് തനിക്ക് അന്നം തന്നതെന്ന് സലീം കുമാറിനറിയാം. അതുകൊണ്ട് തന്നെയാണ് താൻ പണി കഴിപ്പിച്ച സ്വപ്നഭവനത്തിന് ലാഫിംഗ് വില്ല എന്ന് അദ്ദേഹം പേരിട്ടത്. മിമിക്രിയിലൂടെ സിനിമയിലേക്കും പിന്നീട് മലയാള സിനിമയുടെ ഹാസ്യരംഗത്ത് ഒഴിച്ചുകൂടാനാവാത്ത മുഖമായി മാറുന്നതിന് മുൻപ് സലീം കുമാർ നേരിട്ട വെല്ലുവിളികൾ നിരവധിയാണ്. സിനിമാ നടനാകണമെന്ന ആഗ്രഹം ആദ്യമായി അമ്മയോട് പറയുമ്പോൾ അനുകൂലമായിരുന്നില്ല അമ്മയുടെ മറുപടി എന്ന് സലീം കുമാർ പിൽക്കാലത്ത് ഓർത്തെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ രൂപമായിരിക്കാം അങ്ങനെ അമ്മയെ കൊണ്ട് തോന്നിപ്പിച്ചതെന്ന് സലീം കുമാർ തുറന്നു പറയുന്നു. പക്ഷേ സോക്കോൾഡ് ശരീരഭംഗിക്കും സൗന്ദര്യത്തിനും അപ്പുറം സലീം കുമാറിലെ നിലയ്ക്കാത്ത ചിരി മലയാളിക്ക് പ്രിയപ്പെട്ടതായി. അയാളുടെ കോമഡി ടൈമിങ്ങുകൾക്ക് ആരാധകരേറി. കാലം അയാളുടെ കലാകാരനെ കുറിച്ച് പിൽക്കാലത്ത് വാചാലമായി. ഞാനൊരു മതിൽ പൊളിച്ചു, അതിലൂടെ കൂടുതൽ പേർ കയറി വരട്ടെ. 2011 മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേട്ടത്തിൽ സലീം കുമാറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഹാസ്യ കലാകാരന്മാർക്ക് പുരസ്കാരം ലഭിക്കാത്ത, അവർക്ക് കാമ്പുള്ള അഭിനയം കാഴ്ചവെക്കാൻ അറിയില്ലെന്ന് പരിഹസിച്ച കാലത്തോടുള്ള പ്രതികരണമായിരുന്നു അത്. അയാൾ പൊളിച്ച മതിലിലൂടെ പിന്നീട് കയറി വന്നത് സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ള ഹാസ്യ കലാകാരന്മാർ. ഏറെ ചിരിപ്പിക്കുന്നവരാണ് നമ്മളെ ഏറെ കരയിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് അയാൾ നമ്മളെ കരയിക്കുകയാണ്. എന്തേ ഇന്നും വന്നില്ല എന്ന ഗാനരംഗം കാണുമ്പോൾ ആ ഫ്രെയിമിൽ ഇനി ഞാൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പേടിയോടെ ഓർക്കുന്ന ഒരു സലീം കുമാറിനെ നമ്മൾ മുൻപ് കണ്ടു. ഇന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ആ ഫ്രെയിമിന് പിന്നിലെ കഥ പറയാൻ അവശേഷിച്ച ഒടുവിലത്തെയാളും യാത്രയായിരിക്കുകയാണ്. വിട പറയാനല്ലാതെ നമുക്ക് മറ്റെന്തിനു കഴിയും? മണവാളനും സ്റ്റാങ്ങും പ്യാരിയും ഓമനക്കുട്ടനും ഡാൻസ് മാസ്റ്റർ വിക്രവും രാജാക്കണ്ണും എല്ലാം ഇവിടെ തന്നെയുണ്ട്. നിങ്ങളൊരു ദീർഘയാത്ര പോയെന്ന് വിശ്വസിക്കുന്നു. തിരിച്ചു വരാനായി ഞങ്ങൾ കാത്തിരിക്കാം.